ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിനെ കുറിച്ചിട്ടാണ്. സോ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക, മൈൻഡ് ക്ലിയർ ആൻഡ് കാം ആക്കി വയ്ക്കുക. നമുക്ക് കാർഡ്സ് എടുക്കാം. ഫസ്റ്റ് 7 ഓഫ് കപ്സ്, 10 of wands, high priestess, page of wands, queen of pentacles, 6 of wands, king of wands, 3 of swords, ഡെത്ത് കാർഡ്. ഓക്കെ, അദ്ദേഹം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നൊരിതിൽ അദ്ദേഹം ഡൗട്ട്ഫുള്ളാണ്. എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് കാർഡിൽ നമുക്ക് 10 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം. മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വലിയ ഭാരമുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ എടുക്കുന്നതായിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, മൂന്നാമത് നമുക്ക് ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. അതായത് അദ്ദേഹം എക്സ്പ്രസീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ട്രൂ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു എന്തായാലും അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിനിപ്പം നിങ്ങളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്. ഒരുപക്ഷെ അവർക്ക് നിങ്ങളടുത്ത് ആഴത്തിലുള്ള സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അവർ നിങ്ങളടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാലാമത് നമുക്ക് പേജ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹം ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് സംതിങ് ഒന്നും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടൊന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം റിലേഷൻഷിപ്പ്. അങ്ങനത്തെ ഒരു അദ്ദേഹത്തിനൊരു ക്യൂരിയോസിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷൻസിലൊക്കെ. പക്ഷേ ഒരു ഇൻ ഡെപ്ത് കണക്ഷൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇനി അദ്ദേഹം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൽ കാണുന്നത്, നിങ്ങൾ ശരിക്കും അദ്ദേഹത്തിനൊരു കംഫേർട്ട് സോണായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു കെയറിങ് നേച്ചർ, അദ്ദേഹത്തിന് നിങ്ങളിൽ നിന്ന് ഒരു ബലം ലഭിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അതായത് അദ്ദേഹത്തിന് നിങ്ങൾ നിന്നും ഒരു ശക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 6 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് wands എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സക്സസ് അല്ലെങ്കിൽ ഒരു വിക്ടറിയുടെ കാർഡാണ്. അതായത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നൊരു തോട്ട് അദ്ദേഹത്തിന് ഉണ്ട്. മേ ബി അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സ് ആവാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു പാസ്റ്റിലുള്ള ട്രോമ തന്നെയായിരിക്കും ഇപ്പം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റിന് കാരണമെന്ന് തോന്നുന്നു.
പക്ഷേ അദ്ദേഹത്തിന് ഒരു ബലവും എല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് കൺഫ്യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ദ കിങ് ഓഫ് വോൺസ് ആണ്. അതായത് അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പിൽ അദ്ദേഹത്തിന് ഒരു ഒരു ബിലീവ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഹീസ് എന്താ പറയുക, ഒരുപാട് തോട്ട്സ് വന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സക്സസ് ആവും എന്നൊരു തോട്ടും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യാം എന്നൊരു തോട്ടും അദ്ദേഹത്തിന് വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പ്രസീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, ഹിഡൻ ആക്കി വെച്ചിരിക്കും. നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് സ്വോർഡ്സ് കാണാം. കാർഡിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയും അദ്ദേഹം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ മേ ബി ഓവർ തിങ്കിങ് ആയിരിക്കാം, ചിന്തിച്ച് കൂട്ടി ഇമോഷണൽ ബ്രേക്ക് ഡൗണിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡിലൂടെയും തരുന്ന മെസ്സേജ്. പിന്നെ നമ്മൾ ഫൈനലി നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു അവസാനം വരാൻ പോകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ അനാവശ്യ ചിന്തകളും ഇതൊക്കെ അവസാനിച്ച് അദ്ദേഹം നിങ്ങളിലേക്ക് തന്നെ വരാൻ പോകുന്നു. നിങ്ങളുടെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങളുടെ വാല്യൂ അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾ സ്ട്രെങ്ത് ആണ് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് മൈൻഡിലുള്ളത് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാത്തത്. ബട്ട് ഹി വിൽ കം ടു യു. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പാർട്ട്ണർ തയ്യാറല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയപ്പോഴത്തേക്കും 3 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് ഇതിൽ അദ്ദേഹം സീരിയസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇത് വർക്കൗട്ട് ആകും. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ഹിൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ കുറച്ച് ഹിൻറ്റുകൾ എടുക്കാം. ആൻഡ് നിങ്ങൾക്കത് എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണക്റ്റ് ആവുകയാണെങ്കിൽ അത് മാത്രം എടുക്കുക. കാരണം നമ്മൾ ക്ലൂസാണ് നോക്കുന്നത്, എന്തെങ്കിലും ക്ലൂ നമുക്ക് കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഫ്യൂ ഡേയ്സ്, 20, നെക്സ്റ്റ് ഇയർ, 21, 3, G, show appreciation, Z, July, 5, 27, F, P, few weeks, expectations, D, long distance, Saturday, H, U, October, past relationships, A, trust issues, challenges, fear, this year, 8, 23, wait. 1, 19, September, 29, 7,
തേഴ്സ്ഡേ 15 വെനസ്ഡേ. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹിൻറ്റുകൾ. ഇതിൽ നമുക്ക് കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഫിയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നല്ലോ. പിന്നെ എക്സ്പെക്റ്റേഷൻസ്, പിന്നെ ട്രസ്റ്റ് ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്രിസിയേഷൻ വന്നു. അതായത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഫിയർ കണ്ടായിരുന്നു, ഭയം. ഇതൊക്കെ തന്നെയാണ് ഹിൻറ്റുകളായിട്ട് വന്നത്. പിന്നെ കുറച്ച് ഡേറ്റ്സും മന്തും ഒക്കെ വന്നിട്ടുണ്ട്. ദിസ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഹോപ്പ് ചെയ്യാം ഈ ഹിൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ വർക്കാവുമെന്ന് തോന്നുന്നു. ട്രസ്റ്റ് ഇഷ്യൂസ് നമ്മൾ നേരത്തെ ഇതിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ വെയിറ്റും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജസ്. അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ കണക്റ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മളിൽ തന്നെ വന്നു ചേരും. ഓക്കെ, പ്രതീക്ഷ കൈവിടണ്ട. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.